നിങ്ങൾ 4 പേരും കണിമംഗലം കോവിലകത്ത് ഒരു സ്റ്റേക്കേഷന് വേണ്ടി പോവാണ്. ഇവിടെ ഒരു പ്രേതശല്യമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് തിരിച്ചു പോകാനും പറ്റുന്നില്ല, എന്നാൽ നിങ്ങൾ അവിടെ നിന്ന് സ്റ്റേയും ചെയ്യണം. അവിടെ തൊട്ടുള്ള കഥ നിങ്ങൾ പറയണം. ഓക്കെ, ലാസ്റ്റ് ഒരു എൻഡ് വേണം, പക്ഷെ അതിലും ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ പേപ്പറിൽ കുറച്ച് ഇമോഷൻസ് എഴുതിയിട്ടുണ്ട്. അത് കാണിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. ഇമോഷനിൽ എങ്ങനെയാ ഇത് പറയാ? ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? മറ്റേ ചിക്കൻ കറി വളരെ സുന്ദരിയായ. പിന്നെ ഇവന്മാര് പോകുമോ അവിടുന്ന്? സ്റ്റേ ചെയ്യില്ലേ? ഞാൻ പോണെന്ന് പറഞ്ഞ പോലും ഇവര് പോവില്ല. അത്ര നല്ല. ഇപ്പൊ ന്യൂ ഇയർ ഒക്കെ ആയി, പുതിയ പുതിയ തീരുമാനങ്ങൾ ലൈഫിൽ എടുത്തോ? ദൈവം നന്നാവാൻ തീരുമാനം. ആദ്യം നീ എന്നെ നന്നാക്കാം. ഈ ഒരു ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രെൻഡ് ചെയ്തത് പച്ചമുന്തിരിങ്ങ ടേബിളിന്റെ അടി പോയി കഴിക്കില്ല. ട്രൈ ചെയ്താൽ അങ്ങനെ 1 കിലോ മുന്തിരിങ്ങ തീർന്നു. കഴിച്ചോ? ഇപ്പൊ ഓൾറെഡി ഇപ്പൊ പറയാം, ഇപ്പൊ ഇത്രയധികം ഫോളോവേഴ്സ് ഉള്ള ഫാൻസ് ഉള്ള നിങ്ങളുടെ ഇപ്പൊ ഫോളോ ചെയ്യുന്ന ആൾക്കാർ തിയേറ്ററിൽ പോയി കണ്ടാൽ തന്നെ ഈ സിനിമ ഹിറ്റ് ആവും. ശരിക്കും നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ ഫാൻസ് അങ്ങനെ അല്ലല്ലോ, നമ്മൾ കണ്ടന്റ് ചെയ്യുന്നത്, നമ്മൾ സിനിമ ചെയ്യുന്നത്, നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ. അപ്പം അവര് തിയേറ്ററിൽ നിന്ന് കാണണം, അവർ മറ്റുള്ളവർക്ക് പറയണം. അത് നമ്മുടെ ഒരു ആഗ്രഹം മാത്രം, ഒരു റിക്വസ്റ്റാണ് അവരടുത്തുള്ളത്. കാരണം നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല, നിങ്ങളിങ്ങനെ പോയി പടം കണ്ടേ പറ്റൂ, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഇതെന്താണ് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ അപ്പൊ ഇവര് തന്നെ ആയിട്ട് ഭയങ്കര കമ്പനി ആയപ്പോൾ പിന്നെ ബാക്കി എല്ലാവരുമായിട്ട് ഒരു കണക്ഷനായി. അങ്ങനെയാണ് അടിപൊളിയായിട്ട് ഇത് പോയത്. നമ്മളെങ്ങനെയാണോ അങ്ങനെ. ഒരു മൂവി എന്ന് പറയുമ്പോൾ അതിൽ ക്യാരക്ടർ ഉണ്ടല്ലോ, അപ്പം അതെങ്ങനെ ആൾക്കാർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പം ചില മാനറിസംസ് ഇഷ്ടമായിരിക്കും, ചിലപ്പോൾ ഡയലോഗ് ഡെലിവറി ഇഷ്ടമായിരിക്കും. ഓരോരുത്തരെയും ഓരോന്നായിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുക. നിങ്ങളെല്ലാവരും നിങ്ങളുടേതായ രീതിയിൽ ഒത്തിരി ഫോളോവേഴ്സ് ഉള്ള, ഒരുപാട് ഫാൻ ബേസ് ഒക്കെ ഉള്ള ആളുകളാണ്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ സെലിബ്രിറ്റികൾ തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ ഒരു അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്നത് സിനിമ തന്നെയാണോ? ആഗ്രഹം ഉണ്ടാവും മനസ്സിൽ എല്ലാവരുടെയും. പക്ഷെ ഇതെങ്ങനെ എത്തിപ്പെടാം, നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റാന്നുള്ളൊരു ഇതുണ്ടാവില്ല. അപ്പോൾ ഇപ്പൊ ഈ മൂവിലായി വരുമ്പോഴായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇതെങ്ങനെയാ. കാരണം നമ്മളെ പുൾ ഔട്ട് ചെയ്ത ജനങ്ങളിലേക്ക് എന്നെ ഇപ്പൊ കാണുന്ന വേറെ രീതിയിലായിരിക്കും. അവര് മൂവിയിൽ കാണുമ്പോൾ ചിലപ്പോ ഇനിയിപ്പോ ചെറിയ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇവനെന്താ കാണിക്കണേ ഉറപ്പായിട്ട് ചോദിക്കും. പക്ഷെ എനിക്കറിയാം അതെന്താ കുഴപ്പമില്ല. കാരണം വെച്ചാൽ എനിക്കിതിൽ ഏൺ ചെയ്യണം. ഇതിൽ ഏൺ ചെയ്ത് കഴിഞ്ഞാല്, ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് ഇതിൽ ഏൺ ചെയ്ത് കഴിഞ്ഞാല് എനിക്ക് സിനിമ എന്നുള്ള സ്വപ്നത്തിലേക്ക് വരാൻ പറ്റില്ല. അതിന് ഞാൻ തന്നെ ഇറങ്ങി തിരിച്ചാലേ നടക്കുള്ളൂ. പിന്നെ സിനിമയല്ലേ, സിനിമയിൽ വരാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്ര കിടന്ന് കഷ്ടപ്പെടുന്നത്. സിനിമ വരണം, സിനിമ നമുക്കെല്ലാം തരും, സന്തോഷം സമാധാനം എല്ലാം തരും. സിനിമ വരണം, ഇനിയും സിനിമ ചെയ്യണം. ചെറുതോ വലുതൊന്നും അല്ല, സിനിമ ചെയ്യാന്നുള്ള ഇതേ ഉള്ളൂ. അഭിനയം രണ്ടാമത് ഇത് കിട്ടുവാണെങ്കിൽ അങ്ങനെ ഉള്ളായിരുന്നു, അതൊരു ഭാഗ്യമാണല്ലോ. ഇതൊന്നും മറ്റേന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് ഇങ്ങനെ നമ്മൾ ആരെങ്കിലും ഒരാളെ കഥയൊക്കെ കൺവിൻസ് ആയി, നമുക്ക് റീൽസ് എല്ലാം ഉണ്ട്, അപ്പം അവർക്ക് കൂടെ കണക്റ്റ് ആകാൻ പറ്റിയ. പിന്നെ എന്നെ ഇതുപോലെ ഒരു വലിയൊരു ഡയറക്ടറൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കോംബോയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ സ്റ്റോറിയെ കണ്ടിട്ട്. അപ്പം ഞാനപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എഴുതിക്കൊണ്ട് പോകാൻ നോക്കാം ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എൻ്റെ മൈൻഡ് അതായത് പ്രയോറിറ്റി ആയിട്ട് കിടന്നുകൊണ്ടിരുന്നത്. പെട്ടെന്നാണ് ഇങ്ങനെ വന്നപ്പം അത് ഹാപ്പിയായി. പക്ഷെ അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എപ്പോഴും കാണുന്ന ചെയ്യണമെന്ന് തന്നെ ആ ഒരു ഇതാണ്. ഹായ്, ഹലോ, നമസ്കാരം. സൈനസത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. കണിമംഗലം കോവിലകം എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത 4 പേരാണ് ഇന്നിന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്ന നമസ്കാരം. ഈ പേര് കേൾക്കുമ്പോഴേ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് 6-ാം തമ്പുരാൻ. പിന്നെ എനിക്ക് മലയാളത്തിലെ ഹിറ്റ് വെബ് സീരീസ് ആയിട്ടുള്ള കണിമംഗലം കോവിലം. കണിമംഗലം കോവിലം സിനിമയായിട്ട് വരുന്ന സമയത്ത് പ്രേക്ഷകരായ ഞങ്ങൾ എത്രത്തോളം പ്രതീക്ഷിക്കണം? ശരിക്കും പറഞ്ഞാൽ ഇതൊരു സീരീസ് ആയിരുന്നു. 2018-2019 സമയത്ത്, കൊറോണ സമയത്താണ് ഇത് സീരീസ് ആക്കിയത്. രാജേട്ടനായിരുന്നു ഡയറക്ടർ. അപ്പോൾ ആ ഒരു സീരീസ്, ഒരു ഹോസ്റ്റൽ പരിപാടി, അവരുടെ ആ സ്റ്റുഡൻസായിട്ട് വരുന്നവരുടെ ഫാമിലി പരിപാടി, അങ്ങനെ കുറച്ച്, പിന്നെ അതിൻ്റെ +2 എടുത്തു, അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് എടുത്തൊരു സീരീസ് ആയിരുന്നു. അപ്പം അതിനുശേഷം കുറേ നാൾക്ക് ശേഷമാണ് ഇതൊരു സിനിമയാക്കാന്നുള്ള ഐഡിയ പുള്ളിക്ക് വന്നു, തീപ്പിരിവിൻ്റെ റിലീസായതിനു ശേഷം. അതെ. അപ്പോൾ അങ്ങനെ അത് സിനിമയിലോട്ട് വന്നു. പ്രേക്ഷകർക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സീരീസ് കണക്കല്ല സിനിമയിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഹൊറർ പരിപാടി, പിന്നെ ഫൺ എലമെൻറ്റ്സ് കുറേ കൂടുതലുണ്ട്, വ്യത്യസ്തമായ കഥയാണ്. പിന്നെ 2 മണിക്കൂർ
ഒരു 10 മിനിറ്റ് അടുപ്പിച്ച് ഈ പടം എല്ലാവരും എൻഗേജ് ചെയ്യിപ്പിക്കുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വിശ്വസിക്കുക, ഞങ്ങളും അതാണ് പ്രതീക്ഷിച്ച് തിയേറ്ററിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുന്നത്. ഇപ്പൊ നിങ്ങൾ 4 പേര് ഇപ്പം സിനിമയിൽ അല്ലെങ്കിൽ കൂടെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ടുള്ള 4 പേരാണ്. സോ നിങ്ങളുടെ ഫേസ് അത്രയും നമുക്ക് ഫെമിലിയർ ആണ്. നിങ്ങൾ എല്ലാവരും ഒരു സിനിമയുടെ ഭാഗമായി വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിലേറെ സന്തോഷമുണ്ട്. എങ്ങനെയാണ് ഈ സിനിമയുടെ ഭാഗമാവുന്നത്? ഇക്കന്ന് തുടങ്ങാം അജുക്ക. പിന്നെ ഇവനാണ് ആദ്യം വിളിക്കണേ, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് അജുക്ക മൂവിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ആദ്യം അളിയോ അഭിനയിക്കാനൊന്നും അറിയില്ല, അപ്പൊ പറഞ്ഞ അതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് നേരെ രാജശേട്ടൻ വിളിച്ചു. രാജശേട്ടനോട് ഞാൻ ഈ സെയിം പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വാ, ബാക്കി നമുക്ക് സെറ്റാക്കാം. അങ്ങനെ പുതിയൊരു എക്സ്പീരിയൻസ്. അതായത് എനിക്ക് എന്ന് പറഞ്ഞാല് ഞാൻ അങ്ങനത്തെ ആക്ടിങ് എന്നുള്ള രീതിയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു റീലും ചെയ്തിട്ടില്ല. പക്ഷെ ഇതിൽ വരുമ്പോ എനിക്കത് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലേൺ ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ, അടിപൊളിയായിരുന്നു. ഓക്കെ, എങ്ങനെയായിരുന്നു ഇപ്പൊ അഭിനയം ഒട്ടും അറിയില്ല എന്ന് പറഞ്ഞു വന്ന ആള് സിനിമ കഴിഞ്ഞ സമയത്ത് എങ്ങനെയുണ്ട് കോ ആർട്ടിസ്റ്റ് എന്ന നിലയില്? സിനിമ കഴിഞ്ഞിട്ട് പുള്ളി മാറി, പുള്ളി അത് കഴിഞ്ഞിട്ട് അവിടെ പോയി കണ്ടന്റ് ഒക്കെ ചെയ്തു. എല്ലാം ചെയ്യാന്ന് ചെയ്തു നോക്കി. തെറ്റാണ്, ഞങ്ങളത് ബിഗ് സ്ക്രീനിൽ കാണാൻ വേണ്ടി പോയന്. ശരിക്കും എങ്ങനെയുണ്ട് പെർഫോമൻസ് എന്നൊക്കെ? അഭി എങ്ങനെയാണ് ഈ സിനിമയുടെ ഭാഗമാണ്? ഞാനാണെങ്കിൽ ആദ്യമേ അഖിൽ NRD ആയിരുന്നു. അപ്പൊ അഖിൽ NRD ആണ് ചേട്ടൻ നമ്പർ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ചേട്ടൻ വിളിച്ചെന്നെ. അപ്പം എന്നിട്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചു നോക്കി. അങ്ങനെ ചേട്ടൻ ഓക്കെ ആക്കിയിട്ട് പിന്നെ ഒരു ദിവസം ഇങ്ങനെ മെസ്സേജ് അയക്കും, ചേട്ടാ എന്തോ എപ്പോഴും മെസ്സേജ് ചെയ്യും, എന്തോ ചേട്ടാ. അപ്പം ഒരു ദിവസം മെസ്സേജ് റിപ്ലൈ തന്നു, ചേട്ടാ നീ ഉണ്ട്, ഓക്കെയാണ്. എന്നിട്ട് ഇതുപോലെ ഒരു ദിവസം രാജേഷേട്ടനും റാഫിക്കയും നമ്മുടെ DOP ഉണ്ട് ഉണ്ണിച്ചേട്ടനാ, ഇവരെല്ലാം 3 പേരുടെ വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് വന്നതാ വെറുതെ, ഇവര് ലൊക്കേഷനൊക്കെ നോക്കിയിട്ട്. എന്നിട്ടാ പറയുന്നത് ഇതുപോലെ 3 പേരാണ് മെയിന്, അതിനകത്ത് ഞാനും ഉണ്ട്. സർപ്രൈസ് ആയിട്ട് വീട്ടിൽ വന്നിട്ട് പറയുമ്പോ സത്യം ശരിയാ. ഇതായിപ്പോയി. അതായിരുന്നു ഈ സിനിമയുടെ അമ്മയും കൂടെ ഉണ്ടാവും. ഓക്കെ, അത് ഭയങ്കര ഭാഗ്യല്ലേ. ഇപ്പൊ അമ്മ ഓൾറെഡി ഒരു സ്റ്റേജിൽ പറയുന്നുണ്ടായിരുന്നു, എന്റെ ഈ ആളുകൾ കൂടുതൽ എന്നെ തിരിച്ചറിയുന്ന ഈ മകനിലൂടെയാണ്. ആൻഡ് സിനിമയുടെ ഭാഗമാവുന്നതും ഭയങ്കര ഒരു സന്തോഷല്ലേ. അമ്മ എന്ത് പറഞ്ഞു? അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അമ്മയും അച്ഛനും എല്ലാം വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഇത് കേട്ടപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു അവര്. മലയാള സിനിമയില്ലേ, അതിനകത്ത് ഇപ്പൊ ഇങ്ങനെ ഇത്ര നേരം നമ്മളെ തന്നെ അല്ലേ, ചെറുതാണെങ്കിൽ പോലും അത് ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പം നമുക്ക് ഈ റീൽസ് ചെയ്തിട്ട് കിട്ടിയപ്പോൾ ഏറ്റവും നല്ലൊരു സാധനം കിട്ടി. അത് ഇത്ര നേരം നമുക്കത് ചെയ്യാനും പെർഫോം ചെയ്യാനും പറ്റിയ ദൈവത്തിൻ്റെയും രാജേഷേട്ടൻ്റെ എല്ലാവരുടെയും വലിയ കാര്യം. പിന്നെ ഇവരാണെങ്കിലും ആദ്യമായിട്ട് ചെയ്യുന്നതിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു രണ്ടുപേരും. അടിച്ചു പൊളിച്ചു. അവരത് എങ്ങനെയാണ് ഇതിന് ഭാഗം? എന്നെ ഡയറക്ടർ രാജേഷേട്ടനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഒരു സ്റ്റോറി ഉണ്ട് കേൾക്കുന്നോ എന്ന് ചോദിച്ചു. അങ്ങനെ മീറ്റ് ചെയ്തു, സ്റ്റോറി പറഞ്ഞു, ഇങ്ങനെ ആണ് ക്യാരക്ടർ, ഇങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അമൃത ആപ്റ്റാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു എങ്കിൽ മൂവിയല്ലേ ഒന്ന് പരീക്ഷിച്ച് നോക്കിയേക്കാം, നമ്മുടെ ഒരു ഭാഗ്യം എങ്ങനെയുണ്ട് ആ ഒരു ഫീൽഡിൽ നമുക്ക് അറിയണമല്ലോ. അപ്പോൾ നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ ഈ ഒരു ഹൊറർ കോമഡി ത്രില്ലറിൽ വരുന്ന സിനിമയാണല്ലോ. ഇപ്പൊ എപ്പോഴും നമ്മുടെ കോളേജ് ഹോസ്റ്റൽ, നമ്മുടെ ആരെവിടെ, നിങ്ങൾക്ക് ഹോസ്റ്റലിൽ പഠിച്ച ആളുകളെന്ന് തോന്നുന്നു, ഹോസ്റ്റലിൽ പക്ഷെ എല്ലാ ഹോസ്റ്റലിലും ഫോം പിടിച്ചിരിക്കണല്ലേ പിന്നെ എക്സ്പീരിയൻസേ ഉള്ളൂ. ഇപ്പൊ ഹോസ്റ്റലിൽ നമ്മൾ ആദ്യം കയറി കഴിഞ്ഞാൽ ആദ്യം കേൾക്കുന്നത് അവിടുത്തെ ഒരു പ്രേതകഥയായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് അറിയില്ലെങ്കിൽ കൂടെ ഇവിടെ ഒരു പ്രേതമുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണം, നമുക്ക് ആ ഒരു ഫീൽ ആയിരിക്കും കിട്ടുക. നിങ്ങളെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു പ്രേതകഥ കേട്ടിട്ടുണ്ടാവും? പ്രേതമില്ലാത്തൊരു ഹോസ്റ്റലിലാണ് പഠിച്ചത്. ഞങ്ങളുടെ ഹോസ്റ്റലുണ്ടായിരുന്നു. രാത്രി ഗേൾസ് ഹോസ്റ്റലിൽ 2-3 മണിയാകുമ്പോ ആരാണ്ട് തന്നെ കുളിക്കുന്നു, തന്നെ കുളിക്കുന്നു. എന്നിട്ട് ബ്രേക്ക് ഇട്ടിട്ട് തിരിച്ചു വന്നപ്പോ ഈ പെമ്പിളാരെല്ലാം ചരട് ഇങ്ങനെ ഊതിച്ച ചരടൊക്കെ. അത് സത്യമാണോന്നും അറിയത്തില്ല. ഇങ്ങനെ ലേറ്റ് നൈറ്റിൽ കുളിക്കാൻ കേറിയതായിരിക്കും, തെറ്റിദ്ധരിച്ചതാ. നമുക്ക് പോയി നോക്കാൻ പറ്റത്തില്ല, നമുക്കത് കേൾക്കാനല്ലേ പറ്റത്തില്ല. നമ്മുടെ ഹോസ്റ്റലൊക്കെ ആണെങ്കിൽ പോയി നോക്കാം. അതെ, എന്താ ഡെഡിക്കേഷൻ. സ്വന്തം ഹോസ്റ്റലാണ് അവൻ തിരിഞ്ഞു നോക്കൂല, ലേഡീസ് ഹോസ്റ്റൽ ആയതുകൊണ്ടാ അവർക്കെല്ലാം കേറുവേണ്ടേ. പക്ഷെ നമ്മൾ ഈ കസിൻസ് ഒക്കെ കൂടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞു ചിരിച്ചത് ഈ ഹൊറർ കഥകൾ തന്നെയായിരിക്കും. പക്ഷെ ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്കറിയാം ഹൊററോ ഭൂതമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഹോംവർക്ക് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പണികൾ കൊടുക്കാന്നൊക്കെയാണ് ഞാൻ വിഷ് ചെയ്തത്. അങ്ങനെ നിങ്ങൾക്ക് 4 പേർക്കും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ഹൊറർ കൊണ്ട് ചെയ്യിപ്പിക്കാം? ഈ ഇപ്പൊ കിട്ടുകയാണെങ്കിൽ ഞാൻ പറയും, ഈ പടം എല്ലാരെ കൊണ്ട് മനസ്സിൽ പോയി പറഞ്ഞിട്ട് കാണിപ്പിക്കണം പറയും.
ടാക്ടിക് മൂവ്. നല്ല പ്രേതമായിരിക്കും. അത് തന്നെ അത് കോമഡി ആവള. എല്ലാവർക്കും മനസ്സിൽ പറയുമ്പോ ഞാൻ നേരിട്ട് പണ്ട് പറഞ്ഞ് മനസ്സിലാക്കി പടത്തിന് ഇറക്കണമെന്ന് പറയും. എല്ലാരും പ്രൊമോഷന് വിടും. അഭി എന്തായിരിക്കും? ഞാൻ എന്റെ എക്സിനെ ഒന്ന് കാണാൻ പോകും. എല്ലാവരും പടം പറയുന്നുണ്ടല്ലോ. നേരിട്ട് പോയി കണ്ടൂടെ? ഞാൻ സൂപ്പർ ഹീറോ കാണാൻ പോവാന്ന് എനിക്ക് പോയിക്കൂടെ നമ്മളെ കാണാൻ പ്രായത്തിന് വേണ്ടിട്ട് പ്രേതത്തിനെ കൊണ്ടുപോകാൻ എനിക്ക് മറ്റൊരാളുടെ മൈൻഡ് റീഡ് ചെയ്യാനുള്ള അതാകുമ്പോ എല്ലാം ഈസിയാ, എല്ലാം ഉണ്ട്. പക്ഷെ അത് ഇപ്പൊ നിങ്ങൾ കുറെ ആളുകളെ ലൈഫിൽ കാണുന്ന ആളുകളല്ലേ, ഇപ്പൊ സംസാരിക്കുന്ന ആളുകൾ ഈ പറഞ്ഞ മൈൻഡ് റീഡിങ് ഒരു സമയം കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാര് എന്താ ചിന്തിക്കണേ പറയുന്നേ? ഈ ഫേക്ക് ചെയ്യുന്ന ആൾക്കാരെ മനസ്സിലാവില്ല. ഓക്കെ, മനസ്സിലാവില്ലേ? ഇല്ലല്ലോ. ഇതുവരെ ഞാൻ പറയട്ടെ, മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയുന്ന നല്ല ആൾക്കാര് മാനിപ്പുലേഷൻ നടക്കും നമ്മുടെ അടുത്ത്. അവര് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നമ്മുടെ മൈൻഡിനൊക്കെ ഭയങ്കര എല്ലാവരുടെയും ഒരേപോലെ സ്ട്രെങ്ത് ആയിരിക്കില്ലല്ലോ മൈൻഡിന്. ശരിയാ. നിങ്ങളുടെ അങ്ങനെ തോന്നുന്നുണ്ടോ ഈ ആളുകൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്? മനസ്സിലാക്കണ്ട, എനിക്ക് മനസ്സിലാക്കണ്ട, ഞാൻ എങ്ങനെ ജീവിച്ചോളാം. അവരുടെ വെറുതെ ഒരു കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, അവരുടേതായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും. നമ്മൾ അവരെ കുറിച്ച് അറിയാൻ നിൽക്കുമ്പോഴല്ലേ നമുക്ക് പ്രശ്നമുള്ളൂ. ഇല്ല, നമ്മളോടുള്ള കാഴ്ചപ്പാട് അറിഞ്ഞാൽ മതി നമുക്ക്. ഇപ്പൊ ന്യൂ ഇയർ ഒക്കെ ആയി, പുതിയ പുതിയ തീരുമാനങ്ങൾ ലൈഫിൽ എടുത്തോ? ഇപ്പൊ അതോ എപ്പോഴും പോകുന്ന ഫ്ലോയിൽ തന്നെ പോവാം, അങ്ങനെയാണോ? ദൈവം നന്നാവാൻ തീരുമാനിച്ചു. ഈ വർഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രെൻഡ് ചെയ്തത് പച്ചമുന്തിരിങ്ങ ടേബിളിന്റെ അടി പോയി കഴിക്കില്ല. ട്രൈ ചെയ്തായിരുന്നു. അങ്ങനെ 1 കിലോ മുന്തിരിങ്ങ തീർന്നു. കഴിച്ചോ? കൂടുതൽ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത്. ഇപ്പൊ ഓൾറെഡി ഈ ഹൊറർ തീമിലൊരു സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാണ് സെറ്റിൽ അങ്ങനെയുള്ള ഫീൽസ് നമുക്ക് കിട്ടും. സോ ആ മൂഡ് തന്നെയായിരുന്നു സെറ്റില്? കിട്ടിയിട്ടുണ്ട്. സെറ്റിലുണ്ട് ഒരു സാധനം ചെയ്യുന്നു, ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഒരു എന്താ പറയാ, സിനിമയെ കാണുമ്പോൾ മനസ്സിലാവും, ചെറിയ നെഗറ്റീവ് ഫീൽ കിട്ടും. നൈറ്റ് സീനൊക്കെ ഷൂട്ട് ചെയ്തപ്പോ സമയത്ത് ചെറുതായിട്ട് ഉള്ളിലൊരു സംഭവം, മറ്റേ ഈ സാധനം ഇപ്പോ ഇതൊക്കെ കുറെ പരിപാടികളുണ്ടല്ലോ, ഈ പറയാൻ പറ്റില്ലല്ലോ, അതൊക്കെ ചെയ്യുന്ന ഉള്ളിലൊരു ചെറിയൊരു നമ്മള് ഷൂട്ട് ചെയ്തിരുന്ന ഹോസ്റ്റൽ ഉണ്ടല്ലോ, അത് കുറെ നാളുകൾക്ക് ശേഷം പിന്നെ നമ്മൾ പോയി കാണുമ്പോൾ ഇതിപ്പോ ശരിക്കും അങ്ങനത്തെ ഒരു സ്ഥലമാണ്. കാരണം ഒരു ക്രൗഡഡ് ഏരിയ ആയിരുന്നു. ഐ മീൻ അവിടെ പിള്ളേരൊന്നും ഉണ്ടായില്ല, പക്ഷെ ഷൂട്ടിന്റെ സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതില്ലാണ്ടായപ്പോ പിന്നെ ഞാൻ നോക്കുമ്പോ അത് കുറെ നാട്ട് അടച്ചിട്ടിരുന്ന ഹോസ്റ്റലായിരുന്നു. പിന്നെ അത് റബ്ബർ തോട്ടത്തിന് നടുക്കായിരുന്നു. അതിനകത്ത് വേറൊരു അന്തരീക്ഷമായിരുന്നു. അതിനകത്ത് യാത്രയൊക്കെ ആകുമ്പം വേറൊരു മൂഡായി. പിന്നെ ആദ്യം കുറെ ആൾക്കാരുണ്ട്, പിന്നെ ലാസ്റ്റ് ആരും ഇല്ലാതൊക്കെ നമ്മൾ 3 പേരൊക്കെ ആയി നിന്നപ്പോ സമയത്ത് ചെറിയൊരു കൊണ്ടുവരുന്ന ചേട്ടൻ ഉണ്ടായിരുന്നു. ആള് അതിന്റെ ബാക്കിലേക്കാണ്. ആള് തന്നെ പറയാ ശരിക്കും അവിടെ പ്രേതം ഉണ്ട്, പട്ടിയൊക്കെ കുറയ്ക്കാറുണ്ട്. ആള് കൂളായിട്ട് പറയണേ, ഞാനും പറയുന്ന കമ്പനിയാന്നൊക്കെ ഉള്ള പോലെ. ഇതൊക്കെ എന്തെന്ന് അഭിക്കൊന്നും പേടിയില്ല. ഈ കൂടുതൽ ഏറ്റവും പേടിയില്ലാത്ത ആളഭിയായിരുന്നു. പേടിക്കാൻ കുറച്ച് ഞാൻ പോവാറില്ല. ഷൂട്ട് ചെയ്യാ തിരിച്ചു പോവാ, കൂടുതലായിട്ട് അവിടെ നിൽക്കാനുള്ള പരിപാടി. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളുടേതായ രീതിയിൽ ഒത്തിരി ഫോളോവേഴ്സ് ഉള്ള, ഒരുപാട് ഫാൻ ബേസ് ഒക്കെ ഉള്ള ആളുകളാണ്. നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ സെലിബ്രിറ്റികൾ തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ ഒരു അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്നത് സിനിമ തന്നെയാണോ? പിന്നെ സിനിമയല്ലേ, സിനിമയിൽ വരാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്ര കിടന്ന് കഷ്ടപ്പെടുന്നത്. സിനിമ വരണം, സിനിമ നമുക്കെല്ലാം തരും, സന്തോഷം സമാധാനം എല്ലാം തരും. അപ്പം സിനിമ വരണം, ഇനി സിനിമ ചെയ്യണം, ചെറുതോ വലുതൊന്നും അല്ല, സിനിമ ചെയ്യാന്നുള്ള ഇതേ ഉള്ളൂ. ഇനി അതെ കുറച്ച് സംസാരിക്കുന്ന അങ്ങനല്ല, ലൈക്ക് ആഗ്രഹം ഉണ്ടാവും മനസ്സിൽ എല്ലാവരുടെയും. പക്ഷെ ഇതെങ്ങനെ എത്തിപ്പെടാ, നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റാന്നുള്ളൊരു ഇതുണ്ടാവില്ല. അപ്പോൾ ഇപ്പൊ ഈ മൂവിലായി വരുമ്പോഴായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഇതെങ്ങനെയാ. കാരണം നമ്മളെ പുൾ ഔട്ട് ചെയ്ത ജനങ്ങളിലേക്ക് എന്നെ ഇപ്പൊ കാണുന്ന വേറെ രീതിയിലായിരിക്കും. അവര് മൂവിയിൽ കാണുമ്പോൾ ചിലപ്പോ ഇനിയിപ്പോ ചെറിയ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇവനെന്താ കാണിക്കണേ ഉറപ്പായിട്ട് ചോദിക്കും. പക്ഷെ എനിക്കറിയാം അതെന്താ കുഴപ്പമില്ല. കാരണം വെച്ചാൽ എനിക്കിതിൽ ഏൺ ചെയ്യണം,
ഇതിൽ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ, ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് ഇതിൽ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സിനിമ എന്നുള്ള സ്വപ്നത്തിലേക്ക് വരാൻ പറ്റില്ല. അതിന് ഞാൻ തന്നെ ഇറങ്ങി തിരിച്ചാലേ നടക്കുള്ളൂ. ശരിയാ. ഇവിടെ അഭി എങ്ങനെയാ? സിനിമ എന്ന് പറഞ്ഞ അൾട്ടിമേറ്റ് ഡ്രീം. ഇപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ വെബ് സീരീസ് ആയാലും ഷോർട്ട് ഫിലിം ആയാലും ഒക്കെ തന്നെ നമ്മുടെ മനസ്സിൽ സിനിമ അതായിരിക്കും ഇപ്പോഴും മനസ്സിലുണ്ടാവും. ഇതൊക്കെ ചെയ്യുന്ന എന്തിനാ? സിനിമയിലെത്താൻ. അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ സത്യം പറഞ്ഞാൽ ഡ്രീം ഒന്നും അല്ലായിരുന്നു. അത് ഞാൻ അങ്ങനെ ആ ഒരു ഇത് എത്തിപ്പെട്ടതാ. അവിടെ എത്തിപ്പെട്ടപ്പം നമ്മൾ ഒരു സൈഡിൽ വരുമ്പോൾ പിന്നെ അതിൻ്റെ ടോപ്പാണല്ലോ ആഗ്രഹിക്കുന്നത്. എത്തിപ്പെട്ടപ്പോൾ പിന്നെ എൻ്റെ ആ ഡ്രീം ഇതായി. അതാണ് സത്യം. അല്ലാതെ മറ്റേ പഠിച്ച് ജോലി കിട്ടി എവിടെയെങ്കിലും ഓഫീസിലൊക്കെ പോയി വർക്ക് ചെയ്യും, അതൊക്കെയായിരുന്നു ആദ്യത്തെ ഡ്രീം. പിന്നെ ഇതിനകത്ത് വന്ന് പിന്നെ ഇങ്ങനെ കാണാൻ തുടങ്ങി. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കണം, പോകണം, പടം എടുക്കണം, പടം ചെയ്യണം, അങ്ങനെയൊക്കെ. ഈ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആണല്ലോ. ഈ പ്രായഭേദമന്യേ എല്ലാവരും നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടല്ലേ. സിനിമ കാണാത്തവരായിട്ട് ആരാ ഉള്ളത്? അപ്പോൾ ഈ ലോകത്ത് കുറേ ആൾക്കാരുടെ സ്റ്റോറീസും പല ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്ന പോലും എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മൾ നേരിട്ടല്ല, നമ്മൾ സിനിമയിലൂടെയാണ്. അപ്പം അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിലൊരു പാർട്ടാവാൻ പറ്റുക എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ലൈക്ക് നമ്മുടെ ആ ഒരു എന്താ പറയുക, അതൊരു വേറെ ഒരുപാട് ആൾക്കാർക്ക് കിട്ടാത്ത ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇവരുടെ അടുത്ത് മണ്ടത്തരൊക്കെ പറയുമെങ്കിലും സീരിയസ് പലപ്പോഴും ഈ സിനിമ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ആദ്യമായിട്ട് അവാർഡ് കിട്ടുമ്പോൾ പറയേണ്ട സ്പീച്ച്, ഇന്റർവ്യൂ കൊടുക്കുമ്പോഴുള്ള കാര്യങ്ങള്, അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ മിററിന് മുമ്പിലൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഇതൊക്കെ എന്റെ ക്യാരക്ടർ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്താലും അവിടെ എത്തുമ്പോ ഒരൊറ്റ ഡയലോഗ് വിളിച്ചതിന് നന്ദി. ഇല്ല, എനിക്ക് പണ്ടൊക്കെ സംസാരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. 2 വാക്ക് മറ്റേ സ്റ്റേജിൽ കയറി മൈക്കൊക്കെ തന്ന് ഇങ്ങനെ കിടന്ന് വിറയ്ക്കും. പിന്നെ ഞാൻ തന്നെ അത് പ്രസന്റ് ലൈക്ക് റീലിലൊക്കെ നമ്മളിങ്ങനെ പ്രസന്റ് ചെയ്യില്ല ഓരോരോ പരിപാടികൾ. അങ്ങനെ ഒരുപാട് എൻ്റെ ലൈഫിന് ഭയങ്കര എന്താ പറയുക, കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രൊഫഷൻ. ഇപ്പം നിങ്ങൾ ഇത്രയും തമാശകൾ പറയുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു സ്റ്റേജിൽ വന്ന അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ 2 തമാശ പറയും അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കും, അങ്ങനെയാണല്ലോ ഞങ്ങൾ പ്രതീക്ഷിക്കുക. അപ്പം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയ ഒരു സ്റ്റേജ് ഉണ്ടോ നിങ്ങളുടെ ഓർമ്മയിൽ? അവിടെ ചെന്നാലും വിളിച്ചാലും നന്ദി നമസ്കാരം. അതിൽ കൂടുതൽ പറയാത്ത എൻ്റെ ഒന്നും പോയിട്ടില്ല. ഇല്ല, ഓഡിയൻസ് സപ്പോർട്ട് ഉള്ളിടത്ത് നമുക്ക് വലിയ പ്രശ്നമില്ല. അവരെന്ത് പറഞ്ഞാലും നമ്മളെന്ത് പറഞ്ഞാലും അവർ അക്സെപ്റ്റ് ചെയ്യും, നമ്മൾ എങ്ങനെയാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ചിലയിടത്ത് നമുക്ക് എന്താ പറയാ, എന്താ ഇപ്പൊ പറയണ്ടേ ഇവരോട്? കാരണം നിർവികാരമായിട്ടിരിക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഓൾറെഡി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഉണ്ട്. അതായത് ഇൻസ്റ്റഗ്രാം ഒക്കെ സജീവമാവുന്നതിന് മുൻപേ ഫേസ്ബുക്ക് കാലഘട്ടത്തില് അല്ലെങ്കിൽ ആ സമയത്ത് ഈ രോമാഞ്ചം കൊണ്ട് അല്ലെങ്കിൽ അത് ട്രെൻഡിങ് ആയിട്ട് മാറിയിട്ടുള്ള ഒരാളാണ് അജ്മൽക്ക. ആൻഡ് ഇപ്പം ഇൻസ്റ്റാഗ്രാം വരുന്നു, ഒരുപാട് ഇൻഫ്ലുവൻസ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വരുന്നു, ആ മാറ്റം കാണുന്നുണ്ടല്ലോ. ആ സമയത്ത് ആ തട്ട് അവിടെ തന്നെ ഉണ്ട്. നമ്മൾ ഈ ഇരിക്കുന്ന എല്ലാവരും ലൈക്ക് എൻ്റെ ഒരു ഫാൻ ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ജേർണി കണ്ടവരാണ്. സോ ആ സമയത്ത് ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസേഴ്സ് തമ്മിലുള്ള ഒരു ഡിഫറൻസ്, എന്നൊരു മാറ്റം എന്താ തോന്നണേ? ഇപ്പൊ എല്ലാവരിലും ടാലന്റ് ഉണ്ട്. എല്ലാവരും അന്നെന്ന് വെച്ചാല് നമുക്കിപ്പോൾ ഫോട്ടോ ഇടാൻ അല്ലെങ്കിൽ വീഡിയോ ഇടാനൊക്കെ ഒരു നാണവും ചമ്മലും സംഭവങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇത് ഇട്ടാൽ എന്ത് പറയും, ഇത് ഇട്ടാൽ എന്താ ചെയ്യുക. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്ന് വെച്ചാൽ എല്ലാവരും ടാലന്റ് ഉണ്ട്. അത് ഞാൻ തന്നെ ചില ആൾക്കാരുടെ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ്, ചെറിയ പിള്ളേർ തന്നെ എഡിറ്റ് ചെയ്തിട്ടുന്ന വീഡിയോസ് കാണുമ്പോൾ ഞാൻ എനിക്ക് അമ്പോ പൊളി. കാരണം വെച്ചാൽ ഇപ്പൊ എനിക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പൊ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ബോറടി. അപ്പൊ ഞാൻ ചെറിയ പിള്ളേരുടെ വീഡിയോസിന്റെ എഡിറ്റും കട്ട്സും സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും എല്ലാവരും ഇപ്പോൾ ടാലന്റഡ് ആയി. സത്യം. ഓക്കെ. ഈ പറഞ്ഞ കോണ്ടന്റ് ക്രിയേഷൻ, ഇപ്പം വെബ് സീരീസ്, ഷോർട്ട് ഫിലിം, ഡയറക്ഷൻ, പ്രൊഡക്ഷൻ എല്ലാം നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് പഠിക്കണമല്ലോ. ഇപ്പൊ റാഫിക്ക് ആണെങ്കിൽ ഇതിനെ കുറിച്ച് നല്ല താല്പര്യമുള്ള ആളും കൂടിയാണ്. അപ്പം ഈ പോലെ ഒരു കോണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ സിനിമ സ്വന്തമായിട്ട് ചെയ്യണം, ഡയറക്ഷൻ അങ്ങനെ മനസ്സിലുണ്ടോ? അങ്ങനൊന്നുമില്ല. സിനിമ അല്ലാതെ അഭിനയിക്കുക എന്നുള്ള പരിപാടി ഇപ്പം ആലോചിച്ച് വെച്ചിട്ടില്ല. അങ്ങനൊന്നും നടക്കുമെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പം നല്ല രീതിയിൽ നല്ല പടങ്ങൾ ചെയ്യുക, ആൾക്കാരെല്ലാം ഇറങ്ങി ചെയ്യുക, നല്ല കഥാപാത്രങ്ങൾ ചെയ്യാമെന്ന് മാത്രമേ ഇപ്പം ആഗ്രഹമുള്ളൂ. ബാക്കിയൊക്കെ വരുന്നതെന്ന് വെച്ച് പോകുന്ന വഴി വണ്ടിയില്ലേ, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വന്ന് കയറും, നമ്മളങ്ങ് പിടിച്ചു പോകും. അത്രേ ഉള്ളൂ. ഡയറക്റ്റ് ചെയ്യണം ആഗ്രഹമുണ്ട്. നല്ല പടം ഡയറക്റ്റ് ചെയ്യണം, കഥ എല്ലാം സെറ്റ് ചെയ്യണമെന്ന്. അഭിനയിക്കുന്ന അതിനെക്കാട്ടി ഒന്നുകൂടെ ഞാൻ ആദ്യമേ റീൽസ് ചെയ്തപ്പോൾ അഭിനയം രണ്ടാമത് ഇത് കിട്ടുവാണെങ്കിൽ അങ്ങനെ ഉള്ളായിരുന്നു. അതൊരു ഭാഗ്യമാണല്ലോ. ഇതൊന്നും മറ്റേന്ന് പറയുന്നത് കഷ്ടപ്പെട്ട് ഇങ്ങനെ നമ്മൾ ആരെങ്കിലും ഒരാളെ കഥയൊക്കെ കൺവിൻസ് ആയി നമുക്ക് റീൽസ് എല്ലാം ഉണ്ട്. അപ്പം അവർക്കും കൂടെ കണക്റ്റ് ആകാൻ പറ്റിയ, പിന്നെ എന്നെ ഇതുപോലെ ഒരു വലിയ ഒരു ഡയറക്ടറൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു.
ഇങ്ങനെ കോംബോയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇതെൻ്റെ സ്റ്റോറിയെ കണ്ടിട്ട്. അപ്പം ഞാനപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എഴുതിക്കൊണ്ട് പോകാൻ നോക്കാം ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എൻ്റെ മൈൻഡിൽ അതായത് പ്രയോറിറ്റി ആയിട്ട് കിടന്നുകൊണ്ടിരുന്നത്. പെട്ടെന്നാണ് ഇങ്ങനെ വന്നപ്പം അത് ഹാപ്പിയായി. പക്ഷെ അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ എപ്പോഴും കാണുന്ന ചെയ്യണമെന്ന് തന്നെ ആ ഒരു ഇതാ. ഈ ഡയറക്ടേഴ്സിന്റെ ഉള്ളിൽ നല്ലൊരു നായകനുണ്ടാവും എന്ന് പറയാറുണ്ട്. അതിന് വ്യത്യാസമായിരിക്കും ഞാൻ. നല്ലൊരു നായകൻ നല്ലൊരു ഡയറക്ടർ ഞാൻ അത് മാറ്റം സിനിമ കാണുമ്പോൾ മനസ്സിലാവും പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുത്തി പറയുന്നത് അല്ല പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് മറ്റേ അമൃത പറഞ്ഞ എന്താണ് സംഭവം. ഇപ്പൊ ഒരു ഡയറക്ടർ ആയിട്ട് ഒരു സിനിമ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പൊ നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആളുകളെ നമ്മൾ അവരുടെ ആക്ടിങ് സ്റ്റൈലും കാര്യമൊക്കെ ഒബ്സർവ് ചെയ്യാറുണ്ടല്ലോ. ഡയറക്ടർ എല്ലാം ഒബ്സർവ് ചെയ്യും. സോ ഈ 3 പേർക്കും പറ്റിയിട്ടുള്ള ഇവരെ ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് 3 പേർക്ക് എന്ത് കൊടുക്കും? ഏത് ക്യാരക്ടേഴ്സ് കൊടുക്കും? അമൃതയ്ക്ക് നമ്മളത് മറ്റേ പരിമളത്തിന്റെ ക്യാരക്ടർ കൊടുക്കും. അതെനിക്ക് എങ്ങനെ ഇവിടെ നിന്ന് ചെയ്യുന്നത് കാണും. ഇതുവരെ പുള്ളിക്കാരി ചലഞ്ചിങ് ആയിരിക്കും. പുള്ളിക്കാരി മറ്റേ ഗെറ്റ് റെഡി വിത്ത് മീ എല്ലാം സ്റ്റൈലിംഗ് അങ്ങനത്തെ ഒരു സംഭവത്തിൽ ആ ഒരു റൂട്ട് എങ്ങനെയാണ്. പിന്നെ റാഫികയാണ് ഞാനാണെങ്കിൽ ഒരു കലിപ്പ് ക്യാരക്ടർ കൊടുക്കും. മറ്റേ നമ്മുടെ ഈ ഓം ശാന്തി ഉഷാനയ്ക്ക് അത് അവരൊക്കെ ചിരിച്ചിട്ടില്ല ലാസ്റ്റ് വരെ, അവസാനം പുള്ളി ചിരിക്കുന്നത്. ബാക്കിയെല്ലാം ഒരു ആറ്റിറ്റ്യൂഡ് പിടിച്ചു പോവുക. അങ്ങനത്തെ ഒരു സാധനം കൊടുക്കും. കാരണം എല്ലാத்தைയും അന്ന് ചേട്ടൻ ചിരിക്കുക, ചേട്ടൻ ആ ഒരു സാധനം പിടിച്ചു ചിരിക്കുന്നത്. അതെ, ഈ അജുകയ്ക്കാണെങ്കിൽ ഈ സ്റ്റൈലേ ഇല്ല പുള്ളിക്ക്. ഒരു നാട്ടുമ്പുറത്തുള്ള ഒരു വ്യക്തി എങ്ങനെ പെരുമാറും, അതെ അങ്ങനത്തെ ഒരു സാധനം കൊടുക്കുക. അതായത് പുള്ളി പിടിക്കാത്ത ഒരു സാധനം കൊടുക്കും ഇന്നേ വരെ. അതായത് ഈവൻ ഒരു ജസ്റ്റ് മേക്കപ്പ് പോലും ഇവിടെ സമ്മതിക്കാത്ത വളരെ വളരെ പുള്ളി ഇന്നേ വരെ പോവാത്ത ഒരു വഴിയിലൂടെ ഞാൻ കൊണ്ടുപോകും. ഇൻട്രസ്റ്റിംഗ്. ശരിക്കും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ ശരിക്കും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല ചിക്കനെ. എനിക്കിഷ്ടമാണ്. ഞാനിനി കഥ എഴുതി തുടങ്ങാം. സോ ഓക്കെ, അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിലും ഇപ്പൊ നിങ്ങൾ ഒരുപാട് സിനിമകൾ കാണുന്ന അല്ലെങ്കിൽ കഥകൾ മനസ്സിലൂടെ ചിന്തിക്കുന്ന ആളുകളൊക്കെയാണ്. സോ ഞാനൊരു ടാസ്ക് തരാം. ഓക്കെ, നിങ്ങൾ 4 വിക്കറ്റ് റെഡി എന്നൊക്കെ. ഓക്കെ, അപ്പം നിങ്ങൾ 4 പേരും കണിമംഗലം കോവിലകത്ത് ഒരു സ്റ്റേക്കേഷന് വേണ്ടി പോവാണ്. നിങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ എത്തിയപ്പോഴത്തേക്ക് നിങ്ങൾ അറിയുന്നത് ഇവിടെ ഒരു പ്രേതശല്യമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് തിരിച്ചു പോകാനും പറ്റുന്നില്ല, എന്നാൽ നിങ്ങൾ അവിടെ നിന്ന് സ്റ്റേയും ചെയ്യണം. സോ അവിടെ തൊട്ടുള്ള കഥ നിങ്ങൾ പറയണം. ഓരോരുത്തർ പറഞ്ഞു പോകണം. ഓക്കെ, ലാസ്റ്റ് ഒരു എൻഡ് വേണം. പക്ഷെ അതിലും ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ പേപ്പറിൽ കുറച്ച് ഇമോഷൻസ് എഴുതിയിട്ടുണ്ട്. സോ ഇമോഷണലി പറയണം. സിമ്പിൾ ആയി പോയി. നമുക്ക് തുടങ്ങാം. ഈ ഡയറക്ടർ കഥ പാസ് ചെയ്തു. സോ ഇമോഷൻസ് പറയണ്ട, നിങ്ങൾ കഥ പറഞ്ഞു വരുമ്പോ ഞങ്ങള് ഐഡന്റിഫൈ ചെയ്തോളാം. ഇത് ചോദിക്കില്ലേ? ഓക്കെ, കിട്ടിയിട്ടുള്ള മനസ്സിലായില്ല എന്താ ടോപ്പിക്ക് പൊളിക്കുന്നൊക്കെ. അപ്പൊ ആരാണ് കഥ? നിങ്ങൾക്ക് അവിടെ പ്രേതശല്യം ഉണ്ടെന്ന് അവിടുത്തെ വഴിപോക്കം പറയാണ്. ഓക്കെ, ഈ കോവിലകത്ത് ഒരു പ്രേതശല്യം ഉണ്ട്. സോ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, എത്രയും വേണ്ട മക്കൾ പൊക്കോന്ന് പറയുന്നു. പക്ഷെ നിങ്ങൾക്ക് പോകാനാണെങ്കിൽ ഓരോ ഓപ്ഷനിൽ അന്ന് അവിടെ സ്റ്റേ ചെയ്യണം. അവിടെ നിന്നിട്ടുള്ള കഥ അതൊരു സാധാരണ പ്രേതമായിരുന്നില്ല. ഇമോഷണൽ തന്നെ പറയുന്നുണ്ടോ? ഇമോഷനാണോ? അത് കുറച്ച് പ്രശ്നമുള്ളൊരു ഇമോഷനാണ്. അതാ വേണ്ടേ? ഓക്കെ, എനിക്ക് നാളാവും ഈശ്വര. കിട്ടിയ സാധനം നോക്കാൻ ആ ഇമോഷൻ എന്നൊക്കെ പറയുമ്പോ അത് കാണിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അത് ഞങ്ങൾക്ക് അറിയില്ല അത് ഇമോഷൻ. ഞങ്ങൾ അഭിനയം കണ്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഇമോഷൻ. ഇത് കണ്ടോ ഇമോഷൻ എങ്ങനെയായിട്ട് പറയാ? ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? മറ്റേ ചിക്കൻ കറി വളരെ സുന്ദരിയായ. പിന്നെ ഇവന്മാര് പോകുമോ അവിടുന്ന്? സ്റ്റേ ചെയ്യില്ലേ? ഞാൻ പോണെന്ന് പറഞ്ഞ പോലും ഇവര് പോവില്ല. അത്ര നല്ല ഓക്കെ തുടങ്ങാം. ഇനി തുടങ്ങണോ? അയ്യോ, അതൊന്നും ആയില്ല. ഒരു ക്യാരക്ടർ ആയിട്ട് എടുത്താൽ ഇവര് വെയിറ്റ് ചെയ്യാണ്, ക്യൂ നിൽക്കാണ്.
എന്നെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് ഇവൻ തുടങ്ങും എന്നെ കൊണ്ട് സാധിക്കില്ല. ഓക്കെ സ്ക്രിപ്റ്റ് അപ്രതമ എന്ന് പറഞ്ഞ് ഞാൻ കിടന്നുറങ്ങി. ഓക്കെ അത് നല്ല തുടങ്ങിയോ? കണിമംഗലം കോവിലത്ത് പോയല്ലേ നമ്മള്. തുടക്കം അഭിയ അഭി ഇത് ഇവര് പോയായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റത്തില്ലായിരുന്നു ആ റൂമിലോട്ട് അങ്ങോട്ട് കയറാൻ. ഞാൻ മാറിയൊക്കെ നിൽക്കുമായിരുന്നു. എന്നിട്ട് എന്തോ ഇവര് പ്രേതം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കെന്തോ ഒരു ഇതുപോലെ അങ്ങോട്ട് പോയില്ല. ഞാൻ മാറിയെന്ന് പ്രേതത്തിന് വല്ലതും ചെയ്താലും അങ്ങനെ അങ്ങനത്തെ ഒരു ഇതായിപ്പോയി. പിന്നെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് പറ്റുന്നില്ല. ഇവനെ കണ്ട് പ്രേതത്തിന് പറ്റത്തില്ല. അങ്ങനെ അപ്പം പിന്നെ ഞാനും പ്രേതവും കമ്പനിയായി. എന്നിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു ടൈംസിലൊക്കെ ആയിട്ട് എനിക്കൊന്ന് മിണ്ടാൻ ഭയങ്കര പ്രയോജനോട് ഓക്കെ ബാക്കി റഫിക്ക എല്ലാം പാട് ഞാൻ പ്രയത്നെടുത്ത് തിരിച്ചു വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് വേണ്ടി. എന്നിട്ട് അപ്പൊ തന്നെ ഞാൻ ഇവനോട് പറഞ്ഞതാ പ്രയത്തിനോട് കമ്പനി ആവില്ല. അപ്പൊ നീയും പോയി മിണ്ടി. രണ്ടുപേരും മിണ്ടിട്ട് അവളെ ഒളിച്ചോടി പോയി. അത് നീ പറ. എന്ത് ഇനി ഞാനാണോ? പ്രേതം ഭയങ്കര സസി ആൻഡ് ഹോട്ട് ആയിരുന്നേ. സോ ഇതൊക്കെ കാണിച്ചൊക്കെ കൊടുക്കും. ഓക്കെ, അപ്പൊ ഇവന് ഭയങ്കര ആഗ്രഹം പ്രേതത്തിനോടൊന്ന് കുറച്ച് കൂടുതൽ കമ്പനി ആയ കൊള്ളാന്നൊക്കെ. പ്രായം അതാണല്ലോ. പക്ഷെ എനിക്കങ്ങോട്ട് പറ്റുന്നില്ലായിരുന്നു. പ്രയത്നം കൊണ്ട് കാണുമ്പോൾ ഒരു എന്തോ പോലെ. അപ്പോഴേ ഞാൻ റാഫിക്കോട് പറഞ്ഞു കുറച്ചേരൊന്നും മിണ്ടാൻ. ഞാൻ പോയി വേണ്ടി കുത്തി ഞാൻ അപ്പഴേ പറഞ്ഞ പ്രയത്തിനെ കൊല്ലുണ്ടാവും. നിർത്തി കഥ തീർന്നു. വീടിന് കൊല്ലണം കഴിഞ്ഞു. പക്ഷെ വില്ലൻ ക്യാരക്ടർ ഒക്കെ സെറ്റ് ആകും. സെറ്റ് സാധനം ഉണ്ടായി കയ്യില്. ഇപ്പൊ നിങ്ങളുടെ ഈ സിനിമയില് ആദ്യത്തെ സീനില് ഏതാ ഓർമ്മയുണ്ടോ? ആദ്യത്തെ സീൻ ഓർമ്മയുണ്ടോ? അത് പെടുത്ത ആദ്യത്തെ സീനാണ്. നല്ല ഡയറക്ടർ. ആദ്യത്തെ സീൻ ഓർമ്മയുണ്ട്. ഏറ്റവും കൂടുതൽ ടേക്ക് പോയ സീൻ ഏതാ? ചിലപ്പോ അതന്നെ ആയിരിക്കും. അത്യാവശ്യം എല്ലാവർക്കും അങ്ങനെ ടേക്ക് പരിപാടി പോയിട്ടുണ്ട്. എല്ലാവരും തെറ്റുകുറ്റങ്ങൾ ശരിയാക്കി ട്രാക്കായി ചെയ്തൊരു പരിപാടിയാണ്. കുറച്ച് സമയം എത്തിയപ്പോഴാണ് എല്ലാവരും ട്രാക്കായി. പിന്നെ ഇതിനകത്തോട്ട് ഇന്നായി എല്ലാവരും. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്നായപ്പോൾ അവർ തന്നെ ആ കഥാപാത്രത്തെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യണം, എങ്ങനെ നന്നാക്കി ചെയ്യണം എന്ന് അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ഫയർ വന്നു. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് ആൻഡ് ടേക്ക് കൊടുത്ത് പിന്നെ ഡയറക്ടർ നിർദ്ദേശം രാജേട്ടൻ പറയുന്ന പോലെ അതെനിക്ക് ട്രാക്ക് പിടിച്ച് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രേക്ഷകരെ ഏറ്റെടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ പറയാം, ഇപ്പൊ ഇത്രയധികം ഫോളോവേഴ്സ് ഉള്ള ഫാൻസ് ഉള്ള നിങ്ങളുടെ ഇപ്പൊ ഫോളോ ചെയ്യുന്ന ആൾക്കാർ തിയേറ്ററിൽ പോയി കണ്ടാൽ തന്നെ ഈ സിനിമ ഹിറ്റ് ആവും. ശരിക്കും നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ ഫാൻസ് അങ്ങനെ അല്ലല്ലോ. നമ്മൾ കണ്ടന്റ് ചെയ്യുന്നത്, നമ്മൾ സിനിമ ചെയ്യുന്നത്, നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ. അപ്പം അവർ തിയേറ്ററിൽ നിന്ന് കാണണം, അവർ മറ്റുള്ളവർക്ക് പറയണം. അത് നമ്മുടെ ഒരു ആഗ്രഹം മാത്രം, റിക്വസ്റ്റാണ് അവരടുത്തുള്ളത്. കാരണം നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല, നിങ്ങളങ്ങനെ പോയി പടം കണ്ടേ പറ്റൂ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നത് അവർ സ്നേഹത്തിലൂടെ തിരിച്ചു തരുന്നു. അപ്പം എല്ലാവരും അത് ഷെയർ ചെയ്ത് ഈ പടം പോയി കാണണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ റീലിൽ കാണുന്ന പോലെ ആയിരിക്കില്ലല്ലോ ഒരു മൂവിയിൽ കാണുമ്പോൾ. ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ റീലിൽ കാണിക്കുന്ന നമ്മുടെ ഒരു പേഴ്സണൽ, നമ്മളെങ്ങനെയാണോ അങ്ങനെ. ഒരു മൂവി എന്ന് പറയുമ്പോൾ അതിൽ ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പം അതെങ്ങനെ ആൾക്കാർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പം ചില മാനറിസംസ് ഇഷ്ടമായിരിക്കും, ചിലപ്പോൾ ഡയലോഗ് ഡെലിവറി ഇഷ്ടമായിരിക്കും. ഓരോരുത്തരെയും ഓരോന്നായിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടുക. ശരിയാ. ഇപ്പൊ നിങ്ങൾ ഈ സിനിമ ഇപ്പൊ ആദ്യമായിട്ട് സിനിമയിൽ വരുന്നവരുണ്ട്. ഇപ്പൊ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസിൽ ഇതുപോലെ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്നതാണ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത്. ഒരു പുതിയ സ്ഥലത്ത് വരുന്നു അല്ലെങ്കിൽ പുതിയ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടെൻഷൻ കാര്യം ഉണ്ടെങ്കിലും അതിനെടുക്കുന്ന പ്രിപ്പറേഷൻ എങ്ങനെയാ? ശരിക്കും പ്രിപ്പറേഷൻ ഒന്നും ചെയ്യണില്ല. ഈ പറഞ്ഞ പോലെ പേടി ഉണ്ടായിരുന്നു. പക്ഷെ അത് രാജേഷേട്ടൻ ആയാലും ഇവനായാലും അഭി ആയാലും നമ്മളൊക്കെ ഒരുമിച്ചാണ് സ്റ്റാർട്ടിങ്ങിൽ സ്റ്റേ ചെയ്തതൊക്കെ. അവിടെ നിന്നൊരു കംഫർട്ട് സോൺ കിട്ടി. അതിലാണ് പിന്നെ അത് വർക്കൗട്ട് ആയത്.
ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇതെന്താണ് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ അപ്പൊ ഇവര് തന്നെ ആയിട്ട് ഭയങ്കര കമ്പനി ആയപ്പോ പിന്നെ ബാക്കി എല്ലാവരുമായിട്ട് ഒരു കണക്ഷനായി. അങ്ങനെയാണ് അടിപൊളിയായിട്ട് ഇത് പോയത്. എന്റെ ഭാഗത്തിൽ ഉള്ള സംഭവം. ഓക്കെ, ഇവിടെ എത്ര ദിവസത്തെ ഷൂട്ടായിരുന്നു ശരിക്കും? ഇവിടെ 46 ദിവസം ഉണ്ട്. എവിടെ വെച്ചിട്ടായിരുന്നു ഷൂട്ട് കാര്യം? കൊല്ലം കടയ്ക്കൽ. ഓക്കെ ഓക്കെ. അപ്പോൾ സിനിമ തിയേറ്ററിലെത്താൻ വേണ്ടി പോവാണ്. എനിക്കറിയാം ഇപ്പം കണിമംഗലം കോവിലകം വെബ് സീരീസ് കണ്ടിട്ട് ഐ മീൻ എപ്പിസോഡ് 3 വരുന്ന സമയത്ത് പോലും ഞങ്ങൾ എല്ലാവരും അടുത്ത എപ്പിസോഡ് കൊണ്ട് കാത്തിരിക്കുകയായിരുന്നു. സോ അതൊരു സിനിമയായിട്ട് വരുന്നു എന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അത് തിയേറ്ററിൽ പോയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ വെബ് സീരീസ് ഹിറ്റാക്കിയവർ സിനിമയും ഹിറ്റാക്കട്ടെ എന്ന്. അപ്പം എല്ലാവരും ജനുവരി 16 റിലീസ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇതുവരെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. എല്ലാ ഇന്റർവ്യൂവിലും ഇത് തന്നെയാണ് പറയുന്നത്. കാണണം, റിക്വസ്റ്റ് ആണ്. സത്യം കാണണം. സത്യം പറഞ്ഞാൽ വലിയ സ്വപ്നമാണ് സിനിമ. അതിലോട്ട് കയറാൻ പറ്റി. പിന്നെ എല്ലാവരുടെയും സ്നേഹം കണ്ട് പടം ഇഷ്ടപ്പെടും. തിയേറ്ററിൽ തന്നെ പോയി കാണണം അല്ലേ? അതെ, ഇനി സിനിമ സംസാരിക്കട്ടെ. അതെ, സിനിമ സംസാരിക്കട്ടെ. ഞങ്ങളും കാത്തിരിക്കുകയാണ് ബിഗ് സ്ക്രീനിൽ നിങ്ങൾ ഓരോരുത്തരെ കാണാൻ വേണ്ടി. താങ്ക് യു സോ മച്ച്. Thank you.